friends, welcome to my channel. ഈ ചാനലിലെ ആദ്യത്തെ വീഡിയോ ആയിരിക്കും. അപ്പോൾ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ചാനലിൽ ഞാൻ ഇപ്പോൾ ഫുട്ബോൾ ഫാൻസിനെ സംബന്ധിച്ച് പ്ലേ സ്റ്റോറിൽ അത്യാവശ്യം നല്ല ഫുട്ബോൾ ഗെയിംസൊക്കെ ലഭ്യമാണ്. അതിൽ മിന്നിത്തിളങ്ങി കത്തി നിൽക്കുന്ന രണ്ട് ഗെയിമുകളാണല്ലോ FC മൊബൈലും ഈ ഫുട്ബോൾ 25. FC മൊബൈൽ 25 ആൻഡ് ഈ ഫുട്ബോൾ 25. ഈ രണ്ട് ഗെയിമുകളുടെയും ഓരോ അക്കൗണ്ട് എൻ്റെ അടുത്തുണ്ട്. ഈ യൂട്യൂബ് ചാനലിന് വേണ്ടി ഞാൻ റെഡിയാക്കിയ അക്കൗണ്ടാണത്. അപ്പോൾ അതിൽ FC മൊബൈലിൽ എനിക്ക് ഒരു 107 OVR ഉള്ള ഒരു ടീമുണ്ട്. അതേപോലെ തന്നെ ഈ ഫുട്ബോളിൽ എനിക്ക് ഒരു 3055 പാർട്ടി സ്ട്രെങ്ത് ഉള്ള ഒരു ടീമുണ്ട്. ഈ ചാനലിൽ ഞാൻ കൂടുതലായിട്ടും അപ്ലോഡ് ചെയ്യുക ഈ രണ്ട് ഗെയിമിൻ്റെയും അക്കൗണ്ടിൻ്റെ റിവ്യൂ, ഗെയിം പ്ലേ, പാക്സ് ഓപ്പണിംഗ്, പാക്സിൻ്റെ റിവ്യൂ ആൻഡ് എൻ്റെ ടീമിനെ വെച്ചുള്ള ഗെയിം പ്ലേസ് ഒരുപാടുണ്ടാവും. പിന്നെ പ്ലേസിൻ്റെ റിവ്യൂസ് അങ്ങനെ ഒരുപാട് വീഡിയോസ് ഉണ്ടാവും. ഇങ്ങനെയുള്ള കണ്ടൻസ് എല്ലാം റെഗുലറായിട്ട് ഉണ്ടാവും. പിന്നെ ഗെയിമിനെ കുറിച്ചുള്ള ഏകദേശം ഒരു ഡീറ്റെയിൽസ്, ഓരോ ഇവൻറ്റ്സൊക്കെ വരുമ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അതൊക്കെ ഞാൻ ഓരോ വീഡിയോസായിട്ട് ഈ ചാനൽ ഇടുന്നതായിരിക്കും. ഇനി ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് എൻ്റെ FC മൊബൈലിൻ്റെയും ഈ ഫുട്ബോളിൻ്റെയും അക്കൗണ്ടിൻ്റെ പ്ലേയേഴ്സിൻ്റെ അക്കൗണ്ട് കാണിച്ചു തരാം. പിന്നെ പ്ലേയേഴ്സ് ആരൊക്കെ, അങ്ങനെ പ്ലേയേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം, ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഫുട്ബോളിൽ ഞാൻ കാണിച്ചു തരാം. ആദ്യം തന്നെ ഈ ഫുട്ബോളിൻ്റെ ടീമിനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ഈ ഫുട്ബോൾ ടീം. 330 കോയിൻസ്, അത്യാവശ്യം GP ഉണ്ട്. അത്യാവശ്യം ഒരു മീഡിയം ലെവൽ അക്കൗണ്ടാണ്. ഞാൻ ടീമിനെ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ഈ ഫുട്ബോൾ ടീം. ഞാൻ ക്വിക്ക് കൗണ്ടർ പ്ലേ സ്റ്റൈലാണ് പ്രിഫർ ചെയ്യുന്നത്. പിന്നെ ഈ വർഷത്തെ സാബി അലോൺസാണ് എൻ്റെ മാനേജർ. എൻ്റെ അക്കൗണ്ട് ഈ വർഷം എടുത്ത അക്കൗണ്ടാണ്. അതുകൊണ്ട് സാബി അലോൺ, അതിൻ്റെ അടുത്തുള്ള മാനേജേഴ്സ് ലൂയിസ് റോമൻ, നമ്മുടെ റിയൽ ലൈഫിലെ പെപ്പ്, പിന്നെ സാബി അലോൺസോ, ഇവരാണ്. ഞാൻ ക്വിക്ക് കൗണ്ടറാണ് വെച്ചിരിക്കുന്നത്. ടീമിനെ പരിചയപ്പെടുത്തി തരാം. എൻ്റെ കീപ്പറായിട്ട് ഈ ചാമ്പ്യൻസ് ലീഗിൻ്റെ ലാസ്റ്റ് എംബാപ്പയൊക്കെ വന്നിട്ടുണ്ടായിരുന്ന ചാമ്പ്യൻസ് ലീഗിൻ്റെ യൂറോപ്യൻ ക്ലബ് ചാമ്പ്യൻസ് അങ്ങനെ എന്തോ ഒരു സംഭവത്തിൽ വന്നിട്ടുണ്ടായിരുന്ന പ്ലെയറാണ് സിമോൺ മിൽക്നോലെറ്റ്. നല്ല പെർഫോമൻസ് ആണ്. പിന്നെ ബൂസ്റ്റർ ഉണ്ട് ചങ്ങായിക്ക്. പിന്നെ എല്ലാവർക്കും കിട്ടിയ ഒരു വാൻഡേക്കാണ്. ഈ എല്ലാവരും ലോഗിൻ ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും കിട്ടുന്ന വാൻഡേക്കാണ്. ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് എല്ലാവരും ലഭിക്കും. നല്ലൊരു പ്ലെയറാണ്. 99 റേറ്റിംഗ് ആണ് പോകും. എനിക്ക് 59 മാച്ചസ് കളിച്ചിട്ടുണ്ട്. ഈ പ്ലെയർ നല്ല ഒരു കാർഡ് തന്നെയാണ്, എല്ലാവർക്കും കിട്ടുന്നതുകൊണ്ടും. പിന്നെ വളരെ മികച്ച പെർഫോമൻസ് ആണ് ഈ വാൻഡേക്ക് കാഴ്ചവെക്കാറുള്ളത്. പിന്നെ ഞാൻ കോയിൻസ് വെച്ച് കളിക്കുന്നതാണ് പ്ലെയർ ഓഫ് ദി വീക്കിൽ ബാർസലോണയിലെ ഇനിയാഗോ മാർട്ടീനസ്. വാൻഡേക്കിന് മുമ്പ് എനിക്ക് കിട്ടിയ പ്ലെയറാണ്. 67 മാച്ച് ഉണ്ട്. ഈ പ്ലെയറും അത്യാവശ്യം നല്ല പെർഫോമൻസ് ആണ്. നല്ല ട്രാക്ക് ബാക്ക് ചെയ്യും. അതുകൊണ്ട് പിന്നെ നമുക്കധികം പെട്ടെന്ന് ഡിഫൻസൊന്നും പൊട്ടാൻ ചാൻസ് ഇല്ല. നല്ല പ്ലെയറാണ്. പിന്നെ ഇതെല്ലാവർക്കും കിട്ടിയ നോമിനേഷൻ സെലക്ഷൻ കോൺട്രാക്റ്റിലെ തിയോ ഹെർണാണ്ടസ് ആണ്. നല്ല പ്ലെയറാണ്. നല്ലൊരു ലെഫ്റ്റ് ബാക്ക് തന്നെയാണ്. ഈ ഒരു പ്ലെയർ നല്ലൊരു ലെഫ്റ്റ് ബാക്കാണ്. ഒരു അറ്റാക്കിംഗ് ഫുൾ ബാക്കാണ്. ഫുൾ ബാക്ക് ഫിനിഷറാണ്. ഇപ്പം ചെങ്ങായി കറക്റ്റായിട്ട് ഓവർലാപ്പ് ചെയ്യുന്ന സമയത്തൊക്കെ ഓവർലാപ്പ് ചെയ്യും. നല്ല പെർഫോമൻസ് ആണ്.
പിന്നെ ഇതും വാൻഡേക്കിനെ പോലെ എല്ലാവരും കിട്ടുന്ന ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡാണ്. ചങ്ങായിയും അത്യാവശ്യം നല്ല പ്ലെയറാണ്. ബട്ട് ഞാൻ തൽക്കാലം പ്രിഫർ ചെയ്യാറുള്ളത് ഫ്രിംപോങ്ങിനെയാണ്. ബിക്കോസ് ഹീസ് എനിക്ക് തോന്നുന്നത് ബെറ്റർ ദാൻ ട്രെൻഡ് ഉണ്ട്. പിന്നെ ഇത് എൻഗോളോ കാൻഡെ എല്ലാവർക്കും കിട്ടാനുള്ള പെനാൽറ്റി അടിച്ച് കിട്ടുന്ന ചാൻസ് ഡിയിലെ എൻഗോളോ കാൻഡെ നല്ല പ്ലെയറാണ്. പിന്നെ ഈ മിഡ്ഫീൽഡിലെ പന്തൊക്കെ കൃത്യമായി ഇൻ്റർസെപ്റ്റ് ചെയ്യും, നല്ല ത്രൂ പാസുകൾ, നല്ല പാസുകൾ നൽകുക. പിന്നെ ചങ്ങായി ബോൾ ക്യാരിങ് അത്യാവശ്യം നടത്തും. പിന്നെ കറക്റ്റ് ഇൻ്റർസെപ്ഷൻസ് ആയിരിക്കും. പിന്നെ വാൻഡേക്കിനും ട്രെൻഡിനും പറഞ്ഞ പോലെ എല്ലാവരും കിട്ടിയ ഒരു പ്ലെയറാണ് ഫിൽഫുഡ്. ചങ്ങായും അത്യാവശ്യം നല്ല പെർഫോമൻസ് ആണ്. ചങ്ങയെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാനില്ല, നല്ല കളിയാണ്. പിന്നെ ഫ്രാങ്ക് റിബറി എല്ലാവർക്കും കിട്ടിയ പ്ലെയർ. ആദ്യത്തെ ലാപ്പിൽ കിട്ടും, പെനാൽറ്റി അടിച്ചിട്ടുള്ള ആദ്യത്തെ ലാപ്പ്, ഡെയിലി ഗെയിംസ് ആദ്യത്തെ ലാപ്പിൽ കിട്ടുന്ന റിവാർഡാണ് റിബറി. വൺ ഓഫ് ദി ബെസ്റ്റ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡേഴ്സ് ഇൻ ദ ഗെയിം എനിക്ക് തോന്നുന്നു. പിന്നെ എൻ്റെ സ്ട്രൈക്കർ ഈ ട്രെൻഡിനെയും വാൻഡേക്കിനെയും ഫുഡനൊക്കെ പറഞ്ഞ പോലെ എല്ലാവർക്കും കിട്ടുന്ന ഒരു പ്ലെയർ തന്നെയാണ് എംബാപ്പെ. എംബാപ്പെ ഈസ് ഗ്രേറ്റ്. ചങ്ങായിക്ക് ലെഫ്റ്റ് വിങ് കളിക്കുക, സ്ട്രൈക്കർ കളിക്കുക, റൈറ്റ് വിങ് കളിക്കുക, റൈറ്റ് മിഡ് കളിക്കുക, ലെഫ്റ്റ് മിഡ് കളിക്കുക, ഗോൾ പോസ്റ്ററാണ്. 99 അറ്റാക്കിംഗ് അവേർനെസ്, 94 ഫിനിഷിങ്. എനിക്ക് ലെഫ്റ്റ് വിങ് കളിക്കാൻ ആക്സിലേഷൻ 99, ആക്സിലേഷൻ സ്പീഡ് 91. ഈസ് ഗ്രേറ്റ്. ചങ്ങായി ഇപ്പോൾ ലെഫ്റ്റ് വിങ്ങിലിട്ടാൽ ചങ്ങായിൻ്റെ ഓവറോൾ ഒന്നും കുറയും കൂടെ ഇല്ല. പിന്നെ എൻ്റെ ലെഫ്റ്റ് വിങ് റാഫിനാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. ഞാൻ നെയ്മറായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ തൽക്കാലം റാഫിനെ ഇട്ടാണ്. പിന്നെ എല്ലാവർക്കും ഗെയിമിലേക്ക് കയറുമ്പോൾ കിട്ടുന്ന ലയണൽ മെസ്സി ബെസ്റ്റ് പ്ലെയറാണ്. ഈ ചങ്ങായിനെ അറ്റാക്കിംഗ് മിഡ് ഇടുകയാണ് കുറച്ചുകൂടെ നല്ലത്. ബിക്കോസ് എന്താ ചോദിച്ചാൽ ചങ്ങായിക്ക് സ്പീഡ് ജസ്റ്റ് 77 ഉള്ളൂ. ഒരു വിങ്ങറെ സംബന്ധിച്ച് അതത്ര സ്പീഡില്ല, പക്ഷെ ആക്സിലേഷൻ ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ സ്പീഡ് ഇതിന് പോരാ. ബാലൻസ് 96 ബാലൻസ് ഉള്ളതുകൊണ്ട് തന്നെ സെൻട്രലൊക്കെ കളിക്കാൻ അത്യാവശ്യം നല്ലതായിരിക്കും. പിന്നെ ചങ്ങായിൻ്റെ കേള്, സെറ്റ് ടേക്കിംഗ്, പിന്നെ ലോ പാസ്, ഡ്രിബ്ലിംഗ്, ബോൾ കൺട്രോൾ, അറ്റാക്കിങ്, ഇതൊക്കെ ഉള്ളത് ഒരു മിഡ്ഫീൽഡർക്കാണ് കൂടുതൽ അഡ്വാൻറ്റേജസ് ഇങ്ങനത്തെ സ്റ്റാറ്റ്സ് ഒക്കെ വെച്ചിട്ട്. എനിക്കിപ്പോൾ വേറെ അങ്ങനത്തെ ഒരു അത്രയും പ്രോമിസിംഗ് വേറെ ഇല്ലാത്തത് കൊണ്ടാണ് മെസ്സിനെ അവിടെ കളിപ്പിക്കുന്നത്. ഉണ്ട്, പക്ഷേ സൂപ്പർ സബ്ബായിട്ടുള്ള സ്റ്റാറ്റ്സ് ഉള്ളതുകൊണ്ട് ഞാൻ അതൊക്കെ ബെഞ്ചിലാണ്. പിന്നെ ഇത് വികാരിയോ, എനിക്ക് പ്ലെയർ ഓഫ് ദി വീക്കിൽ കിട്ടിയതാണ്, ഫ്രീ ട്രയൽ കിട്ടിയ വികാരിയാണ്. പിന്നെ നോക്കാൻ ചാൻസ് ഡി സെലക്ഷൻ കോൺട്രാക്ട് ജുബാൽ ചങ്ങനെ കോയിൻസ് തൊട്ട് കറക്കി കിട്ടിയതാണ്. ഫ്രണ്ട് ഞാൻ പറഞ്ഞു. പിന്നെ കിമിച്ച് സെലക്ഷൻ കോൺട്രാക്ട്, എന്തോ നോമിനേഷൻ കോൺട്രാക്ട് അടുത്ത പ്ലെയറാണ്. ക്രിസ്ത്യൻ പുലിസിച്ച് ചങ്ങായി ഒരു സൂപ്പർ സബ് പ്ലെയർ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ബെഞ്ചിൽ ചെയ്യുന്നത്. ചങ്ങായി സെലക്ഷൻ കോൺട്രാക്ട് പ്ലെയറാണ്. ബ്രാഹിം ദിയാസ് ചങ്ങായി ഒരു സൂപ്പർ സബ്സ്റ്റിറ്റ്യൂട്ട് പ്ലെയറാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ആക്കി ഇറങ്ങി തന്നെ 18 ഗോളുകളും 30 മാച്ചിൽ ചങ്ങായി അടിച്ചിട്ടുണ്ട്. ഈ സൂപ്പർ സബ്സ്റ്റിറ്റ്യൂഷൻ പ്ലെയർസിൽ ചങ്ങായിക്ക് വരുന്നുണ്ട്. പിന്നെ എനിക്ക് ഫ്രീ ട്രയൽ കിട്ടിയതാണ് ചങ്ങായിൻ്റെ ഇതുണ്ടോ സൂപ്പർ സബ്. എനിക്ക് യൂറോപ്യൻ ക്ലബ് ചാമ്പ്യൻസിൻ്റെ ഫ്രീ ട്രയലാണ് ചങ്ങായി കിട്ടിയത്. പിന്നെ ഈ ഒരു സെൻറ്റർ ഈ ചങ്ങായും എനിക്ക് ഈ ചങ്ങായി എത്ര ആയിട്ടില്ല എനിക്ക് കിട്ടിയിട്ട്. ചങ്ങായി കോയിൻസ് തൊട്ട് കറക്കിയപ്പോൾ കിട്ടിയതാണ്. പിന്നെ ന്യൂറ സെലക്ഷൻ കോൺട്രാക്ട് നെയ്മർ. ഇത് എല്ലാവർക്കും ഗെയിമിലേക്ക് കയറുമ്പോൾ മെസ്സിൻ്റെ ഒപ്പം കിട്ടുന്ന ഒരു പ്ലെയറാണ്. പിന്നെ സാന്റിയാഗോ ഹിമെനസ്. ഞാൻ ഈ ഗെയിം തുടങ്ങിയിട്ട് ആദ്യത്തെ കോയിൻസ് വെച്ചിട്ടുള്ള ആദ്യത്തെ പാക്ക് ഓപ്പണിങ്ങിന് കിട്ടിയ പ്ലെയറാണ്. എങ്ങനെ 9 കളി കളിച്ചിട്ടുള്ളൂ. കാരണം ഞാൻ
കൂടുതൽ എംബാപ്പയെ ഇറക്കാറ്. എംബാപ്പ അതുകൊണ്ട് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഒന്നും ചെയ്യാറില്ല. അതുകൊണ്ടാണ് പിന്നെ എത്ര കളികൾ. പക്ഷേ ചെങ്ങായിക്കും സൂപ്പർ സബ് ഇല്ലുണ്ട്. ഞാൻ എപ്പോഴെങ്കിലൊക്കെ ചെങ്ങായിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ആക്കിയിട്ട് ഇറക്കുള്ളൂ. അതുകൊണ്ടാണ് ചെങ്ങായി ഇത്ര ലോ സ്കോറിങ്. അപ്പോൾ ഇനി നമുക്ക് FC മൊബൈലിലെ ടീമിലേക്ക് പോകാം. ഇതാണ് എൻ്റെ അക്കൗണ്ട് FSKS 2.0. എൻ്റെ അടുത്തിപ്പോൾ അത്യാവശ്യം 370 പോയിൻറ്റ്സ് ആൻഡ് എൻ്റെ FC പോയിൻറ്റ്സ് ഒന്നുമില്ല. പിന്നെ 1269 അത്യാവശ്യം UI പോയിൻറ്റ്സ്. ആൻഡ് ദിസ് ഇസ് മൈ ടീം. 107 മൂവിയുള്ള ടീമാണ്. എൻ്റെ ഗോൾ കീപ്പറായിട്ട് ലെവ് യാസിൻ. നമ്മുടെ ഹീറോ ക്രോണിക്കൽസിൽ കളിക്കുന്ന സമയത്ത് അതിന് പ്ലേയേഴ്സിൻ്റെ പാക്ക് വന്നപ്പോൾ 99 മുതൽ 105 വരെയുള്ള പ്ലേയേഴ്സിൻ്റെ പാക്ക് വന്നപ്പോൾ ഈ 103 യാസിനെ എനിക്ക് ലഭിച്ചതാണ്. അതിനാണ് എനിക്ക് യാസിൻ. പിന്നെ കൂടി ഇത് റെഡ് പാക്കറ്റ് ഉണ്ടായിരുന്ന സമയത്ത് എക്സ്ട്രാ ടൈമിൽ റെഡ് പാക്കറ്റ് കൊണ്ട് കറക്കിയപ്പോൾ കിട്ടിയ റിഡീവറാണ്. ഈ കിങ് കോഡ് നിയോൺ ഇവൻറ്റിൻ്റെ ചാലഞ്ച് മോഡിൽ നിന്ന് എനിക്ക് ലഭിച്ചതാണ്. ഞാൻ കാണിച്ചു തരാം. പിന്നെ മൈക്കോൺ ഇത് ക്രോണിക്കൽസ് അല്ല ഹീറോ അതിൽ കിട്ടിയത്. പിന്നെ ഇത് ടോട്ടി വേണ്ടി ബാക്ക് നോക്കിയിട്ട് ഗോഡിയൻ. പിന്നെ ഇത് അതേപോലെ തന്നെ ജോൺസും അതേപോലെ തന്നെ കിട്ടിയിട്ടാണ്. പിന്നെ ഡെക്കാൻ ക്രോണിക്കൽസ് കളിച്ച് ലഭിച്ച ഒരു 104 മതിയായിരുന്ന ഡെക്കാണിത്. പിന്നെ ഇതെല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. ഏകദേശം ചലഞ്ച് മോഡിൽ വെച്ച് കളിച്ച ഐക്കൺ മറഡോണ 101 റേറ്റിലുള്ള പ്ലെയറാണ്. അതിന് റാങ്ക് അപ്പ് ചെയ്ത് 104 ആക്കിയിട്ടുണ്ട്. അതേപോലെയാണ് കിങ് 100 റേറ്റ് വെച്ചേ ഉള്ളൂ തോന്നുന്നു. 100 അല്ല, എനിക്ക് വ്യക്തമായിട്ടറിയില്ല. എന്തായാലും റാങ്ക് അപ്പ് ചെയ്തിട്ട് അവർ 106 വരെ ആക്കിയതാണ്. എന്നിട്ട് ഈ റിബറിയെ എനിക്ക് കാർണിവലിൻ്റെ റമദാനിൻ്റെ ഓഫറിൽ 10,000 ജംസ് കൊടുത്തിട്ട് കറക്കുന്ന ഒരു പാക്ക് ഉണ്ടായിരുന്നല്ലോ. അതിൽ കറക്കിയപ്പോൾ കിട്ടിയ പ്ലെയറാണ് ഈ റിബറി. ഇത് ടോട്ടി ഇവൻറ്റില് 2.5 2500 ജംസിക്ക് പാക്ക് തുറന്നപ്പോൾ എനിക്ക് ലഭിച്ച പ്ലെയറാണ് യാവോ പെഡ്രോ. പിന്നെ മെസ്സി എനിക്ക് ടോട്ടി ഇവൻറ്റില് ഷാർട്സ് ഞാൻ ശേഖരിച്ച് 1300 ഷാർട്സ് ആയിട്ട് പിന്നെ ബെഞ്ചിലാണ് 2 പ്ലേയേഴ്സ് ഇട്ടില്ല. ബാക്കി വിശ്വാസം തൊട്ട് 2 പ്ലേയേഴ്സ് ഇല്ല. 102 ഞാൻ 102 അതിന് മേലെ ഇതൊരു ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഓടിയാൽ ഡ്രോപ്പായി ഉണ്ടോ മാറ്റിയ വേറെ ടൈമുണ്ടോ. പിന്നെ സബ്സ്റ്റിറ്റ്യൂഷൻസ് ഈ മിസ്സിയാല് ടോട്ടി വേണ്ടിയിൽ ഒരു 104 to 107 വരെ കിട്ടുന്ന പ്ലേസിൻ്റെ ഒരു പാക്കിനായിരുന്നു. അതിലെനിക്ക് കിട്ടിയ മിസ്സിയാലാണ് 1 ബില്യൺ വാല്യൂള്ള മിസ്സിയാലാണ്. പക്ഷേ അൺട്രേഡബിൾ ഈ യമാലിനെ എനിക്ക് ക്രോണിക്കൽസിൽ എത്ര മാച്ചസ് റിവാർഡ് കളിച്ച 99 മുതൽ 103 വരെയുള്ള പ്ലെയേഴ്സ്. അങ്ങനെ ഡെക്കാൻ ക്രോണിക്കൽസ് കളിക്കുന്ന അങ്ങനെ കിട്ടിയ പ്ലെയേഴ്സിന് ആ പാക്ക് കിട്ടി. 99 മുതൽ 103 വരെ. അത് ഞാൻ കറക്കിയപ്പോൾ 102ൻ്റെ ലാമിങ്ങിനെ കിട്ടി. ഈ യമാൽ ഇടയ്ക്ക് 105 എനിക്ക് 106 ആണ്. ബിക്കോസ് പ്ലെയർ ഓവറോൾ +1
ലൈവ് പെർഫോമൻസ്. യമാൻ്റെ റിയൽ ലൈഫിലെ പെർഫോമൻസ് അനുസരിച്ചിരിക്കുകയാണ്. റിയൽ ലൈഫിലെ പെർഫോമൻസ് അനുസരിച്ചാണ് ഈ നല്ല ഓവറും കൂടെ കുറവ് ചെയ്യുക. നിങ്ങൾ പ്ലേയിലേക്ക് പോയിട്ട് ഈ ചലഞ്ച് മോഡിൽ അതിന് കിട്ടിയ ഈ കിങ്, പിന്നെ ഈ മറഡോണ മോളി ചാലഞ്ച് കൊണ്ടിട്ടേക്ക് hours and 39 minutes session, 100 to 107, 92 to 107, 82, 85 to 92 ഉള്ള പ്ലേയേഴ്സിൻ്റെ അത് നിങ്ങൾ കുറേ മാച്ചസ് കളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പ്ലേയേഴ്സ് അതിലുള്ള മാച്ചസ് എല്ലാം നിങ്ങൾ കളിക്കുകയാണ്. മെഷറാനാണ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ ടീമിൻ്റെ ഗെയിം പ്ലാൻ ആയിട്ട് അടുത്ത വീഡിയോയിൽ തീർച്ചയായും വരും. വലുതാതെ തന്നെ വീഡിയോ ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും മറക്കണം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.